ഇന്ന് നമ്മൾ കേൾക്കുന്ന റേഡിയോ നിരവധി റേഡിയോകളായി ഇവിടെ മാറിയിട്ടുണ്ടെങ്കിലും ഈ റേഡിയോ ഉരുത്തിരിഞ്ഞു വന്നത് അത്രയേറെ അനായാസകരമായിരുന്നില്ല, വളരെ കഷ്ടപ്പാടുകളിലൂടെയായിരുന്നു. എന്നാൽ ഈ കഷ്ടപ്പാടിന്റെ കഥ ചരിത്രമായി ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ആരും രേഖപ്പെടുത്താത്ത ആ ചരിത്രം രേഖപ്പെടുത്തുകയും അത് പുസ്തകമായി ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ വേദിയിലേക്ക് കടന്നു വന്ന ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക പ്രകാശനത്തിന്റെ പ്രത്യേകത ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന റേഡിയോ പ്രവർത്തകരുടെ ഒരു സംഗമം കൂടിയാണ് ഈ വേദി എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിലെ മാടായി കോളേജിലെ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറും മാധ്യമ പഠന മേഖലയിലെ എഴുത്തുകാരിയുമായ ഡോക്ടർ ജൈനിമോൾ കെ വി എഴുതി കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച ഗൾഫ് മലയാളം റേഡിയോ ചരിത്രം. ആ പേരിനപ്പുറം ഒരു മുഖവരയോ ആമുഖമോ ആവശ്യമില്ല. ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് UAE-യിലെ ആദ്യകാല വാർത്താ പ്രക്ഷേപകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദുബായ് വാർത്തയുടെ ചീഫ് എഡിറ്ററുമായ നിസാർ സീദാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്നത്തെ ഈ ചടങ്ങിൽ ഏറ്റവും മഹനീയ സാന്നിധ്യമായി എത്തിച്ചേർന്നിരിക്കുന്നത് ആദ്യത്തെ റേഡിയോ മുതൽ ഇന്ന് വരെ റേഡിയോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യ റേഡിയോയിൽ അവതാരകയായിരുന്നു, ഇപ്പോൾ റേഡിയോ ഏഷ്യയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ വൈസ് പ്രസിഡന്റാണ് ജയലക്ഷ്മി. ജയചേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റേഡിയോ ഏഷ്യയുടെ പ്രോഗ്രാം ഹെഡ് സിന്ധു ബിജു, ക്ലബ് FM പ്രോഗ്രാം ഹെഡ് RJ നീന, ഗോൾഡ് FM RJ ദീപ, ഒപ്പം ഗ്രന്ഥകാരി കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ O അശോക് കുമാർ, കൈരളി ബുക്സ് എഡിറ്റർ സുകുമാരൻ ബെരീജൂർ. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സമയം ഒട്ടും കളയാതെ പ്രകാശനത്തിലേക്ക് കിടക്കാം. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രത്യേകത, നിസാർ സാർ പ്രകാശനം ചെയ്യുമ്പോൾ 5 റേഡിയോ പ്രവർത്തകരാണ് ഏറ്റുവാങ്ങാൻ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ അതിൽ 4 പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹിഷാം അബ്ദുസലാം ചില കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. പ്രകാശനത്തിനായി നിസാർ സീദിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ആദ്യം റേഡിയോ ഏഷ്യ 947 FM പ്രോഗ്രാം ഹെഡ് സിന്ധു ബിജുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങുന്നത് ജയലക്ഷ്മിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ റേഡിയോയിൽ അവതാരികയായിരുന്നു. ഇന്നും റേഡിയോ മേഖലയിൽ തന്നെയാണ് അവർ നിറഞ്ഞു നിൽക്കുന്നത്. അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങുവാൻ RJ നീനയെ ഞാൻ ക്ഷണിക്കുകയാണ്. ക്ലബ് FM പ്രോഗ്രാം ഹെഡാണ് നീന. അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങുവാൻ ഞാൻ RJ ദീപയെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈ പുസ്തകം പോലെ തന്നെ റേഡിയോയുടെ കഥ പറഞ്ഞാൽ തീരില്ല. ഒട്ടേറെ പറയാനുണ്ടാവും, പക്ഷേ നമുക്ക് സമയം വളരെ പരിമിതമാണ്. എല്ലാവരും ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും. ഒരു റേഡിയോ കൊമേഴ്ഷ്യലിന്റെ ടൈം 30 സെക്കൻഡ്, അത്രയും സംസാരിക്കാവോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 31 സെക്കൻഡ് ആയാലും ബെല്ലമർന്നു. ഏതായാലും ഗൾഫിലെ റേഡിയോയ്ക്ക് 30 വയസ്സ് എന്ന് പറയാവുന്ന വിധത്തിൽ 30-ലധികം 31, 32 ഒക്കെ ആകുമ്പോഴും അത്രയും വർഷം നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ എനിക്ക്, എന്നെപ്പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു ചരിത്രത്തിൻ്റെ പുസ്തകം ജൈനിമോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അഭിമാനവും ആഹ്ലാദവും ഒന്നിച്ചു വരികയാണ്. ഒരല്പം സങ്കടം കൂടി ഒരു 2 സെക്കൻഡ് പറഞ്ഞ് അവസാനിപ്പിക്കാം. റേഡിയോക്കാരനായി ജീവിക്കുന്ന എനിക്ക് റേഡിയോക്കാരനായി മരിക്കണമെന്നൊരാഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് മുമ്പേ റേഡിയോ മരിച്ചു പോകരുത് എന്നൊരർത്ഥം കൂടിയുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയുടെ ആളുകൾ, റേഡിയോക്കാർ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ
നിങ്ങളോടൊപ്പം ചേർന്നിട്ട് റേഡിയോ വിട്ടുപൊക്കളയും എന്ന ഭീഷണി കൂടി ഇവിടെ മുഴക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ സജീവമായി റേഡിയോയിലിരിക്കുന്ന ഓരോരുത്തർക്കും, ജയയ്ക്കും നീലയ്ക്കും ദീപയ്ക്കും എല്ലാവർക്കും, സിന്ധുവിനും പ്രത്യേകിച്ച് സിന്ധു പ്രോഗ്രാം വേണ്ട അപ്പോൾ ഉണ്ടെന്നുള്ളത് ഒരു ഭീഷണിയോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജയനിമോൾ നാട്ടിലെ റേഡിയോയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ റേഡിയോയെക്കുറിച്ച് നാട്ടിലിരുന്ന് പഠിച്ചിട്ട് ഇതാ എഴുതിയിരിക്കുന്നു. ഇനിയും എഴുതാൻ, വർത്തമാനവും ഭാവിയും ഒക്കെ എഴുതാനുള്ള ശേഷി ജയനിമോൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊരു ചരിത്ര പുസ്തകം എല്ലാവരുടെയും അലമാരകളിൽ, മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ ഒക്കെ ഉണ്ടാകേണ്ട വാക്കുകളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നത് വ്യക്തമായി ഓർമ്മിച്ചുകൊണ്ട് ഒരു ഓട്ടപ്രദർശനം നടത്തിയപ്പോൾ കിട്ടിയ വിവരം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. റേഡിയോയിൽ അവതാരകയാവുക. അതേ റേഡിയോ, റാസൽ ഖൈമ റേഡിയോ തന്നെയാണ് പിന്നീട് റേഡിയോ ഏഷ്യ എന്ന ബ്രാൻഡായി മാറിയത്. ഇന്നും അതേ റേഡിയോയിൽ തുടരുക, അത് വളരെ അപൂർവമായി മാത്രം നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജയചേച്ചിയുടെ വാക്കുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. ജയചേച്ചിയുടെ വാക്കുകൾക്കായി കാത്തിരിക്കാം. A very good evening everyone. The first ever Malayalam radio station, The Gulf. 30 വർഷങ്ങൾക്ക് മുമ്പ് UAE-ൽ മലയാളത്തിന്റെ ശബ്ദം പ്രതിധ്വനിച്ചപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല അതിന്റെ ഒരു ചൈത്രയാത്ര, പറഞ്ഞാൽ തീരാത്ത കഥകളാണ്, അതെല്ലാം സ്വാംശീകരിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കാൻ ദൈവം നിയോഗിച്ച പെൺകുട്ടിയാണ് ജെയ്നി രമേശ് എന്നത് നിസ്സംശയം പറയാം. ഇന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അഭിമാനം കൊള്ളുന്നൊരു നിമിഷം കൂടിയാണിത്. കഴിഞ്ഞ ദിവസം ഏറ്റവും ആദ്യം ഞാൻ 94-ൽ ഓഡിഷൻ ടെസ്റ്റ് ചെയ്യാൻ RAK റേഡിയോ എന്നത് ശ്രീ KPK വെങ്കരാജിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രശസ്ത വാഗ്മിയും മലയാള പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയുന്നത്, ഈ ഒരു ചടങ്ങിൽ എനിക്ക് വരാൻ എത്രയധികം ആഗ്രഹമുണ്ടോ ജയ, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഈ ഒരു നിമിഷം ഞങ്ങളുടെ പ്രോഗ്രാം ഡയറക്ടർ വെട്ടുജി ശ്രീധരനെ ഞാൻ മനസ്സിൽ ഓർക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം ഒരു റേഡിയോ സ്റ്റേഷന്റെ പ്രോഗ്രാം ഹെഡായിരുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു അദ്ദേഹം. പിന്നെ ഞങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരിക്കലും തീരാത്തൊരു ലിസ്റ്റാണ്. നിസാർ, ദീപ, ആശ ശരത്, അങ്ങനെ ഒരുപാടധികം. ചന്തു ജഗന്നാഥൻ മനോഹരമായ അവതരണം ചെയ്ത് രമേശ് ഞങ്ങളുടെ RJ ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന മറ്റ് കലാകാരികളെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. കാരണം നിസാർ പറഞ്ഞു, മലയാളം റേഡിയോ നശിച്ചു പോകാതിരിക്കാനുള്ളൊരു ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന എല്ലാ സാരഥികൾക്കുമുണ്ട്. സിന്ധു ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡാണ്. റേഡിയോ ഏഷ്യയിൽ തുടങ്ങി റെക്കോർഡ് സ്ഥാപിച്ച സിന്ധുവാണ് ഇപ്പോൾ പ്രോഗ്രാം ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്. ഇറ്റ്സ് നീന വിത്ത് യു എന്ന് പറയുമ്പോൾ ജനഹൃദയങ്ങളെ നീന കയ്യിലെടുക്കുന്നു. ഇറ്റ്സ് ദീപ ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ ദീപ നിങ്ങളെ എല്ലാവരും കയ്യിലെടുക്കുന്നു. പക്ഷേ ഇന്ന് ജൈനിമോളുടെ ഈ പുസ്തകം സൂചിപ്പിക്കുന്നത് 30 വർഷങ്ങൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് ഒരു ട്രഡീഷണൽ മീഡിയ ആയ റേഡിയോ പുതിയ തലമുറയ്ക്ക് എങ്ങനെ അനുഭവേദ്യമാകുന്നു. ടെലിവിഷൻ ആയാലും പ്രിന്റ് ആയാലും നമുക്കറിയാം അതിൻ്റെയൊക്കെ രൂപപരിണാമം എത്ര വരെ വന്നു. പക്ഷെ റേഡിയോ എന്നത് ഇന്നും ജനഹൃദയങ്ങളിൽ നിൽക്കാൻ കാരണം റേഡിയോ ഹാസ് ട്രാൻസ്ഫോംഡ് ഡിജിറ്റലി ടു ന്യൂ ജനറേഷൻ. ഒരു റേഡിയോയ്ക്ക് മാത്രമേ അതിന് കഴിവ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ട്രഡീഷണൽ മീഡിയ പുതിയ തലമുറയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇനി അടുത്ത ജെയ്നിയുടെ പുസ്തകം. അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ബിഗ് സല്യൂട്ട് ടു ജെയ്നി രമേശ് ഫ്രം ദ എൻറ്റയർ മലയാളം റേഡിയോ ഫ്രറ്റേണിറ്റി ഇൻ ദ ഗൾഫ്. പ്രിയമുള്ളവരെ, നമസ്കാരം. വളരെ വളരെ സന്തോഷത്തോടെ, അതിലേറെ സംതൃപ്തിയോടെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളുകളുടെ മുമ്പിൽ ഗൾഫ് റേഡിയോയുടെ ചരിത്ര പുസ്തകവുമായി എത്തിച്ചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഗൾഫ് റേഡിയോയുടെ ചരിത്ര പുസ്തകം അത് പ്രകാശനം ചെയ്യേണ്ടത് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ തന്നെയാണ്, ഈ ഗൾഫിൻ്റെ മണ്ണിൽ തന്നെയാണ് എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നമാണിന്ന് സാധ്യമായിട്ടുള്ളത്. ഞാൻ 2006-ലാണ് പ്രവാസിയായി അന്ന് റേഡിയോ ഏഷ്യയിലെ അവതാരകനായിരുന്ന RJ രമേശിൻ്റെ ജീവിത പങ്കാളിയായി ഇവിടെ എത്തിച്ചേരുന്നത്. അന്ന് തന്നെ ആ കാലത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്താണ് റേഡിയോയ്ക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം, എത്രമാത്രം പ്രസക്തമാണ് പ്രവാസികൾക്കിടയിൽ റേഡിയോ എന്നത്. അപ്പോൾ തിരിച്ച് കാലങ്ങൾക്കിപ്പുറം അതിൻ്റെ ചരിത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റേഡിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. 31 വർഷങ്ങൾക്കിപ്പുറം റേഡിയോയുടെ ചരിത്രം രേഖപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിറഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും തന്നിട്ടുണ്ട്.
അങ്ങനെ ആ ഒരു എളിയ ശ്രമം അതിൻ്റെ പരിസമാപ്തിയിൽ ഇന്ന് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പുമായി ജയ ചേച്ചി പറഞ്ഞു ഇനിയും എഴുതണമെന്ന്. തീർച്ചയായും ഇത് പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കും. റേഡിയോ ഒരിക്കലും മരിക്കുന്നില്ല. അങ്ങനെ ഒരു പുസ്തകവുമായി ഉടൻ തന്നെ വരുന്നതാണ്. അതുപോലെ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ചിലരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റേഡിയോയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തി വലുതാക്കി റേഡിയോ ഒരു പ്രസ്ഥാനമാക്കി ഉയർത്തിയ ചിലരുണ്ട്. ആദ്യ പ്രക്ഷേപകനായ KPK വെങ്ങര സർ, അതുപോലെ KT അബ്ദുൾ, EM ഹാഷിം, ബഷീർ അബ്ദുള്ള, മൊയ്തീൻ കോയ, വെട്ടൂർ G ശ്രീധരൻ എന്നിങ്ങനെ പറഞ്ഞാൽ തീരില്ല. രാജീവ് ചെറായി, തീർച്ചയായും രാജീവേട്ടൻ, എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം ഓർക്കുകയാണ്, ഈ വേദിയിൽ ഇരുന്ന് ഓർക്കുകയാണ്. ഇവരിലൂടെ വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമാണ് റേഡിയോയുടെ തുടക്കം മുതൽ ഇന്ന് വരെ റേഡിയോയെ നെഞ്ചോട് ചേർക്കുന്ന, റേഡിയോയെ ജീവശ്വാസമായി കരുതുന്ന നിസാർ സാർ ഇത് പ്രകാശനം ചെയ്തു. എൻ്റെ പുസ്തകം ജയ ചേച്ചിയെക്കുറിച്ച് രമേശ് പറഞ്ഞു. ഈ റേഡിയോ പ്രസ്ഥാനത്തിൽ ചേച്ചിക്കുള്ള സ്ഥാനം എന്തെന്ന് 25 വർഷം, ഒരു 25 വർഷത്തിലധികമായി 30 വർഷം ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അതുപോലെ ഇപ്പോഴും റേഡിയോയെ നയിക്കുന്ന സിന്ധുവേച്ചി, RJ നീന, RJ ദീപ, ഇവരെല്ലാം ഞാൻ ഏച്ചി, ഏട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് അത്രമേൽ അടുപ്പം നിങ്ങളെ പോലെ തന്നെ എനിക്കും ഇവരോടുണ്ട്. റേഡിയോയുടെ ഒരു പ്രത്യേകതയോ അതാണ്. റേഡിയോയെ നമ്മൾ വളരെ വൈകാരികമായിട്ട്, അവർ നമ്മളെ ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ് റേഡിയോ അവതാരകർ എന്ന് പറയുന്നത്. അത് റേഡിയോയുടെ ഒരു പ്രത്യേകതയാണ്. വളരെ സന്തോഷമുണ്ട്, ധന്യമാണ് ഈ നിമിഷം. നിറവാർന്ന മുഹൂർത്തങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ, ദീപ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരെയും, ജോൺ ചേട്ടൻ, എല്ലാവർക്കും നന്ദി. എല്ലാറ്റിലും ഉപരി ഈ പുസ്തകം ഇന്നിവിടെ സാധ്യമാക്കിയത് കൈരളി ബുക്സാണ്. കൈരളി ബുക്സിൻ്റെ MD അശോകേട്ടൻ, സുകുമാരൻ മാഷ്, എല്ലാവർക്കും നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷം. എൻ്റെ വിദ്യാർത്ഥി റഫ്സാന മുന്നിലുണ്ട്. അവൾ ഇന്നൊരു നോവലിസ്റ്റ് ആയിട്ടാണ് വന്നത്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അതും അഭിമാനമാണ്. വളരെ സന്തോഷമാണ്. നന്ദി. അടുത്തതായി നമ്മളോട് സംസാരിക്കുവാൻ റേഡിയോ ഏഷ്യ പ്രോഗ്രാം ഹെഡ് സിന്ധു ബിജുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമസ്കാരം ഏവർക്കും. എല്ലാവരുടെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഡോക്ടർ ജെയിനി മോളിന് കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ്. കാരണം നമ്മളൊക്കെ ചെറുതും വലുതുമായി നമ്മൾ റേഡിയോ പ്രസന്റേഴ്സും ജേർണലിസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടുള്ള കഴിഞ്ഞ 30 വർഷത്തെ യാത്ര, അത് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്രയോ തവണ ജെയിനി വോയിസ് നോട്ട് ഇട്ട് അതിന് കറക്റ്റ് സമയത്ത് മറുപടി പോലും കൊടുക്കാൻ പറ്റാതെ, കാരണം ഇവിടുത്തെ തിരക്കിനിടയിൽ എനിക്ക് സമയത്തിന് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും അത് കറക്റ്റായിട്ട് ചേസ് ചെയ്ത് ആ കറക്റ്റ് ഇൻഫർമേഷൻ എടുക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ജെയിനി. അങ്ങനെ അത്രയധികം മാസങ്ങൾ നീണ്ട ഒരുപക്ഷെ റിസർച്ച് പ്രോസസ്സിന് ശേഷമാണ് ഈ ഒരു പുസ്തകം, ഗൾഫ് മലയാളം റേഡിയോ ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകം നമ്മളുടെയൊക്കെ കൈകളിലേക്ക് എത്തുന്നത്. അതിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. അതോടൊപ്പം തന്നെ നിസാർജി പറഞ്ഞ കാര്യം, അതായത് റേഡിയോ ഒരിക്കലും മരിക്കാൻ ഇടവരുത്തരുത് എന്നുള്ളത്, അതിന് എനിക്കൊരൊറ്റ മറുപടിയേ ഉള്ളൂ. മനുഷ്യൻ സംസാരിക്കുന്നിടത്തോളം, മനുഷ്യൻ കേൾക്കുന്നിടത്തോളം റേഡിയോ ജീവിക്കും. ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അവിചാരിതമായിട്ടാണ് റേഡിയോ എന്ന് പറയുന്ന മേഖലയിലേക്ക് ഞാൻ കയറി വരുന്നത്. അന്നൊക്കെ റേഡിയോ അവതരണം എന്ന ശൈലിയിൽ നിന്ന് നമ്മൾ എന്താണ്, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ്, ആ രീതിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചു തുടങ്ങുക എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് റേഡിയോ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ മണിക്കൂറുകളോളം ദുബായിലെ നിരത്തുകളിലൂടെ ഡ്രൈവ് ചെയ്തു വരുന്ന ആളുകളുടെ ചെവികളിലേക്കും, അല്ലെങ്കിൽ വീടുകളിൽ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന സ്ത്രീകളുടെ ഇടയിലേക്കൊക്കെ അവരിൽ ഒരാളായി, അവരുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി സംസാരിച്ചു തുടങ്ങുക എന്നുള്ളതായിരുന്നു നമ്മുടെ ധർമ്മം. ഒരുപക്ഷെ അതിനനുസരിച്ച് നമുക്ക് സാലറി കിട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും നമ്മളെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. എത്രയോ വർഷമായി ഞാൻ ഈ ഓണറിൽ നിന്ന് മാറി നിന്നിട്ട് 3 വർഷമായിരുന്നിട്ട് കൂടി ഒരുപക്ഷെ എന്റെ പണ്ടത്തെ ശ്രോതാക്കളെ കാണുന്ന സമയത്ത് അവരുടെ വീട്ടിലെ ഒരു അംഗമായിട്ട്
ഇന്നും എന്നെ ചേർത്ത് നിർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള റേഡിയോ പ്രസന്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധന്യ മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഒരു സ്നേഹവും ആ കരുതലും ആ ചേർത്ത് നിർത്തലും തന്നെയാണ്. അത് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോൾ നീനയാണെങ്കിലും ദീപയ്ക്കും ശരിക്കും അറിയാം, ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷ മുഹൂർത്തം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഏറ്റവും ആദ്യം വിളിച്ച് പറയുന്നത് നമ്മളെ ആയിരിക്കും. ഒരു മെസ്സേജിന്റെ രൂപത്തിലായിരിക്കാം, ഒരു കോളിന്റെ രൂപത്തിലായിരിക്കാം നമ്മളിലേക്ക് എത്തും. അവരിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവും ഏറ്റവും ആദ്യം അറിയുന്നത് റേഡിയോ മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. ആ ഒരു കണക്ഷൻ ഇനിയും നമുക്ക് നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ് വ്യത്യസ്ത മാധ്യമങ്ങൾ അല്ലെങ്കിൽ റേഡിയോ മാധ്യമങ്ങളെ മുൻനിർത്തി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരായി നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി റേഡിയോ പ്രസന്റേഴ്സ് ഇനി ഉണ്ടാകും എന്ന ഉറപ്പ് ഞാൻ വ്യത്യസ്ത മാധ്യമങ്ങളെ മുൻനിർത്തി തന്നെ നിങ്ങൾക്ക് നൽകുകയാണ്. ഒരിക്കൽ കൂടി ജൈനിയുടെ ഈ ഒരു പുസ്തകം അതിന് എല്ലാവിധ ആശംസകളും നേർന്നു. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ, കൂടുതൽ പേരിലേക്ക് മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള പ്രവർത്തനം എത്തട്ടെ. അതിന് എഫേർട്ട് എടുത്തിട്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി സംസാരിക്കുവാൻ ആർജെ നീനയെ ക്ഷണിക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു ഡോക്ടർ ജെയിനി. ഞാൻ ജീനി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഞാൻ റേഡിയോ മാംഗോയിലാണ് എൻ്റെ റേഡിയോ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് മുതലേ പരിചയമുള്ളതാണ് രമേശ് ചേട്ടനെ. കാരണം ഗൾഫ് റേഡിയോയുടെ ഒരു എക്സ്പീരിയൻസോട് കൂടിയാണ് അദ്ദേഹമൊക്കെ നാട്ടിൽ വരുന്നത്. അപ്പം കേരളത്തിലെ ആദ്യത്തെ FM സ്റ്റേഷനിൽ ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് മുതലേ ജെയിനി മോളിൽ എനിക്കറിയാം. അപ്പോൾ ശരിക്കും ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ലോകത്താണ്. എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും നമുക്ക് നമ്മുടെ ഫിംഗർ ടച്ചിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇന്റർനെറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ റേഡിയോയുടെ ഒക്കെ ഹിസ്റ്ററി അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുത്ത് ഉള്ള റേഡിയോക്കാരുടെ മുഴുവൻ പിന്നാലെ നടന്ന് മാസങ്ങളോളം ആളുടെ ഒരു എഫേർട്ടിന്റെ ഫലമാണ് ഇന്ന് ഗൾഫ് ചരിത്രം, റേഡിയോയുടെ ചരിത്രം പറയുന്ന ഒരു പുസ്തകം നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ആളുടെ വലിയൊരു എഫേർട്ട് ഉള്ളത് കൊണ്ടാണ്. വലിയൊരു കയ്യടി നമ്മുടെ എഴുത്തുകാരെ അർഹിക്കുന്നുണ്ട്. അത് ഭാവി തലമുറയ്ക്കുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. റേഡിയോയെ കുറിച്ച് പഠിക്കാനായിട്ട് ഇനി ഡോക്ടർ ജെയിനിമോൾ എഴുതിയ ഈ ഒരു പുസ്തകം മതി. ഇത് ജെയിനിമോളുടെ 6ാമത്തെ പുസ്തകമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ജെയിനിമോളുടെ സ്റ്റഡീസിലൂടെയും ആളുടെ വീക്ഷണത്തിലൂടെയും ഒക്കെ വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഈ എഴുത്തുകാരിക്ക് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ നിസാർക്ക പറഞ്ഞ കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഭീഷണി ആയിട്ടാണ് പറഞ്ഞതെങ്കിലും അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. ഇന്നും റേഡിയോയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യകാലങ്ങളിൽ കണ്ട AM സ്റ്റൈലല്ല ഇപ്പൊ FM. ഇപ്പൊ ഡിജിറ്റൽ റേഡിയോയുടെ കാലമാണ്. ഇനി AI ആണ്. ഈ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തത് AI ആണ്. ഇനി കുറെ നാൾ കഴിയുമ്പോൾ റോബോസ് പോലും RJs ആയിട്ട് സംസാരിച്ചേക്കാം. അങ്ങനെ ഒരു കാലം വന്നേക്കാം. എങ്കിലും ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കാൻ, നേരത്തെ സിന്ധു പറഞ്ഞതുപോലെ നമ്മളുടെ ശ്രോതാക്കളുടെ ഓരോ ദിവസവും സന്തോഷകരമാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഇന്നും കൂട്ടായിട്ട് ഞങ്ങൾ മനുഷ്യന്റെ മനസ്സറിയുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളായിട്ട് ഈ റേഡിയോ പ്രവർത്തകരുണ്ടാകും. ആ ഒരു സൗഹൃദം എന്നും എക്കാലത്തും ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇത്രയും പ്രിയപ്പെട്ട ശ്രോതാക്കളുള്ള അത്രയും നാള് റേഡിയോ മരിക്കാതിരിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ റേഡിയോ പ്രവർത്തകരും സജീവമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി എഴുത്തുകാരിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി സംസാരിക്കുവാൻ ആർജെ ദീപയെ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. താങ്ക് യു രമേശ് ചേട്ടാ. നമസ്കാരം, ഗുഡ് ഈവനിങ് ടു ഓൾ. ഞാൻ ദീപ. ഞാൻ ഗോൾഡ് 101.3 FM RJ ആയിട്ട് വർക്ക് ചെയ്യാണ്. UAE ഇതിൻ്റെ 10ാമത്തെ വർഷമാണ്. RJ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 15 years ആവുന്നു. I'm extremely honored and privileged to be here. കാരണം ഇവരെല്ലാവരും പയനിയേഴ്സ് ആണ്, സീനിയേഴ്സ് ആണ്. ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിൽ അന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് FM സ്റ്റേഷൻ ലോഞ്ച് ചെയ്യുന്നത്. അത് കേട്ട് ഒരുപാട് ആഗ്രഹിച്ച് RJ ആവണമെന്ന് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ കേരളത്തിൽ RJ ഒരാളാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രമേശ് ചേട്ടനൊക്കെ ഓൾറെഡി അവിടെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് RJs ആണ്. അപ്പം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആണ്. സിന്ധു ഇവിടെ ഫസ്റ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊണ്ടുവന്ന RJസിൽ ഒരാളാണ്. നീന, ഞാൻ റേഡിയോ മാംഗോയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓൾറെഡി അവിടുന്ന് പോയി. പക്ഷെ ഞാൻ ഗോൾഡ് FM വരുമ്പോൾ എൻ്റെ ഒരു ഗൾഫ് റേഡിയോയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് പഠിപ്പിച്ചു തന്ന ആൾക്കാരിൽ ഒരാളാണ്. നിസാർ സർ, ഞാൻ ഗോൾഡ് FM എല്ലാവരും പറഞ്ഞ് എനിക്കറിയാം സാറാണ് ആ റേഡിയോ തുടങ്ങാനുള്ള ഒരു കാരണം. സോ ഐ എം ഡീപ്ലി ഇൻഡെപ്റ്റഡ് ടു യു.
ആൻഡ് ഓഫ് കോഴ്സ് ജയ ചേച്ചി ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത്, പക്ഷെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു ആർ ജെ എന്നുള്ള രീതിയിലും റേഡിയോയിലുള്ള മൊത്തം പ്രവർത്തനത്തെ പറ്റിയും. സോ താങ്ക് യു സോ മച്ച് ജെയ്നി ഫോർ ബ്രിങ്ങിങ് ഓൾ ഓഫ് us ടുഗെദർ. ഇത് എല്ലായ്പ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ പ്രസ് മീറ്റിലോ അല്ലെങ്കിൽ ഇവന്റ്സിലോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. എനിക്ക് ഇത്രയും പേരെ ഇന്ന് ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് റേഡിയോയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കും, ആർ ജെ ആവാനായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ. നമുക്കിപ്പോൾ TV അല്ലെങ്കിൽ ജേർണലിസം ഇതൊക്കെ പഠിപ്പിക്കാൻ ഇവിടെ ഒരുപാട് സ്കൂൾസ് ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആർ ജെയും പഠിപ്പിക്കാൻ അല്ലെങ്കിൽ റേഡിയോ പ്രസന്റേഷൻ പഠിപ്പിക്കാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഒരുപാട് സ്കൂൾസോ കോളേജസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പാഠപുസ്തകമായത് എനിക്ക് മുന്നേ നിങ്ങൾ എല്ലാവരും ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളാണ്. സോ ഇതുപോലൊരു പുസ്തകം വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരുപാട് പേർക്ക് അതൊരു റെഫറൻസ് പോയിന്റ് ആവും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് മുന്നേ ഉള്ളവർ ചെയ്തു വെച്ചത് എന്തൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ ഉദാഹരണമായത്. കാര്യം നന്നായി സംസാരിക്കുന്ന ആർക്കും ആർ ജെ ആവാം എന്ന് കുറച്ചു പേരെങ്കിലും വിചാരിക്കുന്നുണ്ട്. എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് പറയാറുണ്ട്, ഞങ്ങൾ ഒരുപാട് സംസാരിക്കും, അപ്പോൾ എനിക്ക് ആർ ജെ ആവാൻ പറ്റില്ല എന്ന്. എനിക്ക് തോന്നുന്നു അതിലുപരി ഒരു ആർ ജെക്ക് വേണ്ടത് എന്താണ്, ആർ ജെ ആവാനുള്ള സ്ട്രഗിൾ എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഈ ഒരു പുസ്തകം നല്ലൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ജേർണി ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഒരു പുസ്തകമായി വരണമെങ്കിൽ തീർച്ചയായിട്ടും പ്രസാധകരുടെ സാന്നിധ്യം ആവശ്യമാണ്, അവരുടെ സഹകരണം ആവശ്യമാണ്. കൈരളി ബുക്സ് MD അശോകുമാർ, അശോകനുണ്ടോ ഇവിടെ? ചേട്ടാ പോയി തോന്നുന്നു അല്ലേ? കൈരളി ബുക്സിൽ പുസ്തകം അവൈലബിൾ ആണ്, പുസ്തകം വാങ്ങിക്കുക. കൈരളി ബുക്സ് എഡിറ്റർ സുകുമാരൻ തിരിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുവാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. പുസ്തകത്തിലൂടെ മാഷ് എന്തായാലും കടന്നു പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക്. നമസ്കാരം. ഞാനൊരു ചരിത്രാധ്യാപകനായതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും ഒരു ആകാശവാണിയിൽ കുറച്ച് ജോലി ചെയ്ത ഒരാളാണ്. അതൊന്നുമല്ല വിഷയം. ചരിത്രം എഴുതുക എന്ന് പറയുന്നത് ഹെറോഡോട്ടോസിനെ പോലെയും ഡോക്ടർ MGS നാരായണനെ പോലെയുള്ള ഒരു പ്രവർത്തനമാണ് ജൈനി ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ അതിഗംഭീരമായിട്ട്. കാരണം അതിന് നമുക്കറിയാം, ആകാശവാണി എന്ന വാക്ക് തന്നെ ടാഗോറാണ് കൊണ്ടുവരുന്നത്. ആകാശവാണി ആ പുതിയൊരു വാക്ക് ലോകത്തിന് സമ്മാനിക്കുന്നത് ടാഗോറാണ്. അപ്പൊ അതിൻ്റെ ചരിത്രത്തിലൂടെ ജൈനി വരികയും, ഞാനിതൊന്നും അല്ലാതെ ഒരു കാര്യം പറയാം. RJ രമേശാണ്. രമേശിൻ്റെ, ഞങ്ങളുടെ കണ്ണൂരിൽ ഇപ്പം ഏറ്റവും കൂടുതൽ തത്തി കളിക്കുന്ന ഒരു ശബ്ദം രമേശിൻ്റെയാണ്. രമേശിൻ്റെ ഭാര്യയാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഒരു സെമിനാർ അവതരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ജൈനിയെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് കൈരളി ബുക്സിന് തന്നെ തന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. കൂടുതൽ ഞാൻ പറയുന്നില്ല സമയത്തിൻ്റെ. പക്ഷെ ഒരു കാര്യം, ചരിത്രം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയാണ്. അവിടെ നിസാർ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ശബ്ദം ഈ ഭാരതം ഉള്ളിടത്തോളം കാലം, ലോകം ഉള്ളിടത്തോളം കാലം, ഭൂമി ഉള്ളിടത്തോളം കാലം, ശബ്ദമുള്ളിടത്തോളം കാലം റേഡിയോ നിലനിൽക്കും എന്നാണ് ജൈനി ഈ പുസ്തകത്തിൽ പറയുന്നത്. മനോഹരമായ രചന, മനോഹരമായ പുസ്തകം. ഞാൻ എപ്പോഴും പറയുന്നത്, ഈ പുസ്തകത്തിന് തീർച്ചയായും റേഡിയോ ചരിത്രത്തിലും പ്രക്ഷേപണ ചരിത്രത്തിലും മാധ്യമ ചരിത്രത്തിലും ആദ്യത്തെ പുസ്തകമായിട്ട് ഇത് ഇടം പിടിച്ചിരിക്കുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ചടങ്ങ് റേഡിയോയുടെ ചരിത്രം എഴുതുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു എന്നതിനപ്പുറം ആ ചരിത്രത്തിന്റെ ഭാഗമായ നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ ഒത്തുകൂടി എന്നതുകൊണ്ടുകൂടിയാണ്. ദീപചേച്ചി ഏറ്റവും പിന്നിലാണ് ഇരിക്കുന്നതെങ്കിലും എടുത്തു പറയേണ്ടുന്ന ഒരാളാണ്. റേഡിയോ ഏഷ്യയിൽ ദീർഘകാലം അവരുണ്ടായിരുന്നു. ഇപ്പോൾ ദുബായ് വാർത്തയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സാന്നിധ്യം മനോഹരമായി മിസ്റ്റർ വിനോദ് നമ്പ്യാർ റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ കേരളത്തിൽ വർക്ക് ചെയ്ത് വന്നയാളാണ്. മിസ്റ്റർ പുന്നക്കൻ മുഹമ്മദ് റേഡിയോ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ വർക്ക് ചെയ്യിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുണ്ടല്ലോ, അവരെയൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. ജിമ്മി ബാലരാമപുരം
റേഡിയോയിൽ പ്രവർത്തിച്ച ആളാണ്. അമ്മാർ കീഴ്പ്പുറം ഉണ്ട്, അഷ്റഫ് പാത്രമംഗലം, ഇവരൊക്കെ റേഡിയോ സ്നേഹിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ജയിലുകൾക്ക് പ്രത്യേക അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. ഈ സഹോദരന്റെ പേരിൽ കയറിയില്ല. ഇവിടെ പറഞ്ഞ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ആ കണ്ണുകളിലെ തിളക്കമുണ്ടല്ലോ, അത് മതി റേഡിയോ നിലനിൽക്കാൻ. അപ്പോൾ വളരെ സന്തോഷം. ഇവിടെ എത്തിച്ചേർന്നവർക്ക് ഓരോരുത്തർക്കും ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. പുസ്തകം കൈരളി ബുക്സിന്റെ സ്റ്റാളിൽ ലഭ്യമാണ്. പുസ്തകം വാങ്ങുക, വായിക്കുക. 1992 മുതലുള്ള റേഡിയോയുടെ, ഗൾഫ് റേഡിയോയുടെ ആ അഭിമാനപൂർണമായ ചരിത്രം, ആ കഷ്ടപ്പാടിന്റെ ചരിത്രം അറിയുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. താങ്ക് യു സോ മച്ച്.